ദീനി വിജ്ഞാന സദസ്സിലിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കാണ് അല്ലാഹുവിന്റെ മൂന്നാമത്തതായ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന ആളുകളെന്ന് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൂന്നാമതായി അല്ലാഹുവിന്റെ പ്രാർത്ഥന ലഭിക്കുന്ന ആളുകള് അത് ദീനി വിജ്ഞാന സദസ്സിലിരിക്കുന്നവരാണ്, ഇൽമു പഠിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നവരാണ്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മാലാഖമാര് ദുആ ചെയ്യുന്നതാ. ഇന്നല്ലാഹ വ മലായികതുഹു വഅഹ്ലുസ് സമാവാതി വൽ അർദ് ഹത്താ നംലഅതു ഫീ ജുഹൂരിഹാ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് മലക്കുകൾ മാത്രമല്ല, മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഉറുമ്പുകൾ പോലും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ആ ദീനി വിജ്ഞാന സദസ്സിൽ പോയിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇല്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്ന മുഅല്ലിമീങ്ങളുണ്ടല്ലോ, ഉസ്താദന്മാരുണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ടല്ലോ, അവർക്ക് വേണ്ടി നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്നതേ മാലാഖമാര് അതേപോലെ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഉറുമ്പുകൾ വരെയും ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എത്രയോ എന്നിട്ടോ ഹബീബായ തങ്ങൾ പറയുകയാണ്, പോരാ ഇനിയുമുണ്ട്. ഹത്താ ഫിൽ ബഹരി, അതേ സമുദ്രത്തിൽ അതേ ഓളിവിട്ട് നീന്തി കളിക്കുന്ന മത്സ്യങ്ങൾ പോലും ഇൽമിന്റെ സദസ്സിലിരുന്ന് ആ ദീനി വിജ്ഞാന സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന്, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന്, അവർക്ക് വേണ്ടി ഐശ്വര്യത്തിനെ തേടുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. മലക്കുകളുടെ പ്രാർത്ഥന വല്ല കിട്ടുന്നത്, ദീനി വിജ്ഞാന സദസ്സിലിരുന്നാൽ കിട്ടുന്നത് ഉറുമ്പുകളുടെ ദുആ കിട്ടുകയാണ്. അതേപോലെ കടലിൽ കിടക്കുന്ന മീനുകൾ പോലും, കടലിൽ കിടക്കുന്നതായ സമുദ്രത്തിൽ നിൽക്കുന്നതായ ജീവജാലങ്ങൾ പോലും മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുകയാ. അവൻ ചെയ്തതായ നന്മ എന്തെന്നറിയോ, അവൻ ചെയ്ത പ്രതിഫലം എന്തെന്ന്, അവൻ ചെയ്തതായ ആ സൽക്കർമ്മം എന്തെന്നറിയോ, അവൻ ദീനി വിജ്ഞാന സദസ്സിലിരുന്നു എന്ന് മാത്രമാണ്. ഇല്ലെങ്കിൽ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന മുഅല്ലിമിനാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നാം ചിന്തിച്ചു നോക്കിയേ, നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഭൂമി എന്ന് പറയുന്നത് ഭൂമിയുടെ 4/3 ഭാഗവും കടലാണ്, വെള്ളമാണ്. ആ ഒരു ഭാഗം മാത്രമാണ് ഭൂമിയിൽ കരയുള്ളതെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഭൂമിയിലുള്ളതായ 4/3 ഭാഗമുള്ള വെള്ളത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളും ഈ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുകയാ. കടലിലുള്ളതായ വസ്തുക്കൾ എത്ര മാത്രമാണ്, കടലിൽ ഉള്ളതായ വസ്തുക്കൾ ജീവജാലങ്ങള് കരയിലുള്ളതിനേക്കാളും 13 ഇരട്ടിയാണെന്ന് ശാസ്ത്രജ്ഞന്മാര് പറയുകയാ. അതിന്റെ രത്നങ്ങൾ എത്രയാണ്, അതിലുള്ള പവിഴപ്പുറ്റുകൾ എത്രയാണ്, ഓടികിട്ടതെ മുങ്ങിക്കളിക്കുന്ന നീന്തിക്കളിക്കുന്ന മത്സ്യങ്ങൾ എത്രയാ. ഇന്നേ വരെ ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടില്ലാത്ത ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നതായ ഒരു സ്ഥലത്തിനെ പറ്റി ഞാനും നിങ്ങളും പഠിച്ചു പോയതാണ്. ഇന്നേ വരെ ശാസ്ത്രലോകം പോലെ അതിനെ ഒരു യഥാർത്ഥമാകുന്ന ഒരു തെളിവ് പോലും അവർക്ക് പറയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ അകത്ത് നിഗൂഢമാകുന്നതായ ഒരുപാട് വിജ്ഞാനങ്ങൾ ഒളിച്ചിരിക്കുകയാണ്. അത് മാത്രം കടലിന്റെ ഒരു സൈഡ് മാത്രം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ശാസ്ത്രം എന്നും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്. അതേ കടലിലേക്കുന്ന മുഴുവനും മത്സ്യങ്ങളോ കടലിലുള്ളതായ മുഴുവൻ ജീവജാലങ്ങളോ ഇൽമിന്റെ സദസ്സിൽ കയറിയിരുന്ന് പഠിക്കുന്നതായ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദീനി സദസ്സിലിരിക്കുന്നത്, ഒരു അറിവ് പഠിക്കാൻ ഇരിക്കുന്നത് ചെറിയ കാര്യമല്ല.
അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, നിങ്ങളതേ രണ്ട് സ്വർഗത്തിൽ നിങ്ങൾ കയറിയിരിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഭൂമിയിലെ രണ്ട് സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ സ്വർഗമേതാ? അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. മാ ബൈന ഖബരി വൽ മിമ്പരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്നah. ഖബറിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെയും അതേപോലെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം, അത് ആ സ്ഥലമുണ്ടല്ലോ, അത് സ്വർഗത്തിൽപ്പെട്ട ഒരു ആരാമമാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഉംറയ്ക്കും ഹജ്ജിന് പോകുന്ന ആളുകൾ അവിടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കാണ്. ആ സ്ഥലത്ത് നിസ്കരിക്കാൻ 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യാൻ തിക്കും തിരക്കും അവിടെ അനുഭവപ്പെട്ടിരിക്കുന്നു. കാരണം അത് സ്വർഗത്തിൽപ്പെട്ട ഒരു സ്വർഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ അവിടെ നിസ്കരിക്കാൻ വേണ്ടി തിക്കും തിരക്കും തേടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് രണ്ടാമതായി പറഞ്ഞ ഭൂമിയിലെ സ്വർഗമേതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതേ രണ്ടാമത്തെ സ്വർഗമേതെന്നറിയോ? അതേ ദീനീ വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇൽമുൽ മജ്ലിസ് റൗളത്തുൻ മിൻ റിയാദിൽ ജന്നah. ദീനീ വിജ്ഞാനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നതായ സ്ഥലമുണ്ടല്ലോ, അതേ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അത് സ്വർഗത്തിൽപ്പെട്ട ഒരു ആരാമമാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ദീനീ വിജ്ഞാനങ്ങൾ പറയുന്നതായ സദസ്സുകള്, ആ സ്ഥലങ്ങള് അത് സ്വർഗമാ. സ്വർഗത്തിൽ കണ്ട അണ്ടനും അടകോടനും കയറിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദീനീ വിജ്ഞാന സദസ്സുകളിലെ ആളുകൾ തിരഞ്ഞെടുക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്നത് സ്വാലിഹീങ്ങളാകുന്ന മുത്തഖീങ്ങളാകുന്ന അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ അർഹനായിരിക്കുന്ന ആളുകളെ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനീ വിജ്ഞാന സദസ്സിലേക്ക് കയറ്റിയിരുത്തുകയുള്ളൂ. അതാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തവർ സ്വർഗത്തിൽ കിടക്കുകയില്ല. സ്വർഗത്തിലെ ആഖിറത്തിലെ സ്വർഗത്തിൽ അങ്ങനെയാണെങ്കിലും അതേപോലെ തന്നെയാണ് ദുനിയാവിലെ സ്വർഗത്തിലോ. നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ മാത്രമാണ്, അല്ലാഹു തിരഞ്ഞെടുത്തവർക്ക് മാത്രമാണ് ദുനിയാവിന്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ സാധ്യമാകൂ. ദുനിയാവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണമെങ്കിലും അല്ലാഹു തിരഞ്ഞെടുക്കണം, അല്ലാത്തവർക്ക് പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ സ്വർഗത്തിൽ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് അവർ ഇരിക്കാൻ ഭാഗ്യമുള്ളവരായിട്ട് നമ്മളെ സ്ഥിതിച്ചത്. നമ്മളെ തിരഞ്ഞെടുത്തു, അല്ലാഹു തിരഞ്ഞെടുത്തു അവന്റെ സ്വർഗത്തിൽ ഇരിക്കണം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, അതേ പ്രിയമുള്ള സഹോദരങ്ങളെ, അതേ നിങ്ങളതേ ഒരു ദിവസം ദീനീ വിജ്ഞാന സദസ്സിലിരുന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം എന്തെന്നറിയോ? അത് ദീനീ വിജ്ഞാന സദസ്സിലിരിക്കല. 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ദീൻ പഠിക്കുന്നതായ വിജ്ഞാന സദസ്സിലിരിക്കല. മദ്രസകളിൽ വന്നിരിക്കലാണ്. ആ മദ്രസയിൽ കിട്ടുന്നതായ ഇൽമിനെ കരസ്ഥമാക്കലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പറയുകയാണ്, വയാദത്തു അൽഫി മരീദ്, 1000 രോഗിയെ സന്ദർശിക്കുന്നതിനേക്കാളും പ്രതിഫലമാണ് ദീനീ വിജ്ഞാന സദസ്സിലിരിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പറയുന്നു, വഹദൂരി അൽഫി ജനാസത, 1000 മയ്യത്തുകളെ അനുഗമിക്കുന്നതിനേക്കാളും ഏറ്റവും പുണ്യമുള്ളത് ദീനീ വിജ്ഞാന സദസ്സിലിരിക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കാരണം എന്തെന്നറിയോ? അതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ആലിമിന്റെ ഉറക്കവും ജാഹിലിന്റെ ഇബാദത്തും ഒരേപോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഇൽമു പഠിച്ച ആലിമിന്റെ ഉറക്കവും ഇൽമില്ലാത്ത ജാഹിലിന്റെ നിസ്കാരവും ഒരേപോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. കാരണം എന്താണെന്നറിയോ? ഇൽമു പഠിച്ച ആലിമുണ്ടല്ലോ, ഇല്ലെങ്കിൽ പഠിക്കുന്ന മുതഅല്ലിമുണ്ടല്ലോ, ഇൽമു പഠിക്കുന്നതായ വിദ്യാർത്ഥി ഉണ്ടല്ലോ, അവനിക്ക് എങ്ങനെ ഉളൂ ചെയ്യണമെന്നറിയാം, എങ്ങനെ ഉറങ്ങാനുള്ള ദിക്ർ ചൊല്ലണമെന്നറിയാം, എങ്ങനെ ഉറങ്ങേണ്ടതെന്ന് അവനിക്കറിയാം. എന്നാൽ ദീനീ വിജ്ഞാനം ലഭിക്കാത്ത ജാഹിലുണ്ടല്ലോ, വിഡ്ഢിയുണ്ടല്ലോ, അവന്റെ നിസ്കാരവും അവന്റെ ഉളൂവും അവന്റെ സൽക്കർമ്മങ്ങളും ശരിയാകില്ല. കാരണം എങ്ങനെ ഉളൂ ചെയ്യണമെന്ന് അവനിക്കറിയില്ല, എങ്ങനെ നിസ്കരിക്കണമെന്ന് അവനിക്കറിയില്ല, നിസ്കാരത്തിൽ സംഭവിക്കുന്ന പിഴവുകളെ പറ്റിയിട്ട് അവനിക്ക് ബോധമില്ല, ഉളൂ ചെയ്യാൻ ഉളൂവിൽ സംഭവിക്കുന്ന പിഴവുകളെ പറ്റിയിട്ട് ബോധമില്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ, അതേപോലെ അവൻ ഉളൂ ചെയ്താൽ, മറ്റുള്ള ഇബാദത്ത് ചെയ്താൽ അതിനെ തുല്യപ്പെടുത്തുന്നത് ഏതുപോലെ എന്നറിയോ? ഇൽമുള്ളൊരു മനുഷ്യന് ഉറങ്ങുന്നത് പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ദീനീ വിജ്ഞാന സദസ്സ് എവിടെ കണ്ടാലും അവിടെ കയറിയിരുന്നിട്ട് ആ ദീനിനെ നുകരണമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ടോ ഹബീബായ തങ്ങൾ വീണ്ടും പറയുകയാണ്, ഇന്നല്ലാഹ തകല്ലഫ ലിതാലിബിൽ ഇൽമി ബിർസിഖി. അതേ ദീനീ വിജ്ഞാന സദസ്സിൽ നിന്ന് പഠിക്കുന്ന ഒരു ആലിമിനുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഒരു മുതഅല്ലിമിനുണ്ടല്ലോ, ആ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു എന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദീനീ വിജ്ഞാന സദസ്സിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ, ഇല്ലെങ്കിൽ ആലിമിന്റെ, പഠിപ്പിച്ചു കൊടുക്കുന്ന ആലിമിന്റെ, അയാളുടെ ഭക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതല്ലേ ഹബീബായ തങ്ങളുടെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ അനുജൻ അങ്ങയുടെ സദസ്സിൽ നിന്ന് ദീൻ പഠിക്കുന്ന ആളാണ്, ഞങ്ങളുടെ വീട്ടിൽ വല്ലാത്ത കഷ്ടപ്പാടുണ്ട്, ഇദ്ദേഹത്തിനെയും കൂടി എന്റെ അനുജനെയും കൂടി ഞാൻ ചെയ്യുന്ന ജോലിയിലേക്ക് പറഞ്ഞു വിടുമോ? അങ്ങനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ ദാരിദ്ര്യം മാറിപ്പോയി എന്ന് ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ പറയുകയാണ്, ഓ മനുഷ്യ, നിന്റെ അനുജൻ ഇവിടെ നിന്ന് പഠിക്കുന്ന ഇൽമിന്റെ ബർക്കത്ത് കാരണത്താലാണ് നിന്റെ വീട്ടിലതേ തീ കായുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതല്ലേ ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ ഒരു മുതഅല്ലിമുണ്ടെങ്കിൽ അവന്റെ വീട് ഐശ്വര്യമുള്ളതാ. ഒരു മുതഅല്ലിമുള്ള വീട് ഐശ്വര്യമുള്ള വീടാണ്. അവൾക്കതേ ഒരു വിധത്തിലുള്ള ദാരിദ്ര്യവും അനുഭവിക്കേണ്ടി വരില്ല. മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികള് അവരും മുതഅല്ലിമീങ്ങൾ തന്നെയാണ്. ആ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികള് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ദാരിദ്ര്യം നമുക്ക് നീങ്ങിപ്പോയി. കാരണം എന്തേ? ഈ വിദ്യാർത്ഥിയുടെ കാരണത്താൽ, ഈ വിദ്യാർത്ഥി പഠിക്കുന്ന ഇൽമിന്റെ കാരണത്താൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം തരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണ് ദീനി വിജ്ഞാനം പഠിക്കാൻ മക്കളെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞത്. ഹബീബായ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനതെ അല്ലാഹുവിന്റെ ദീനിനെ പഠിക്കാൻ തന്റെ മകനെ കൊണ്ടാക്കിയാൽ, മദ്രസയിൽ പറഞ്ഞു വിട്ടാൽ, ഖുർആനെ പഠിപ്പിച്ചാൽ അവനതേ 1000 ആളുകൾ സ്വതക്ക ചെയ്യുന്നതിനേക്കാളും നല്ലതാണെന്ന്, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും നല്ലതാണെന്ന്, 1000 വർഷം നോമ്പെടുക്കുന്നതിനേക്കാളും നല്ലതാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദീൻ പഠിക്കാൻ മുതഅല്ലിമിനെ തന്റെ മകനെ കൊണ്ടുപോയി മദ്രസയിലാകട്ടെ പള്ളി ദർസിലാകട്ടെ ദീൻ പഠിക്കുന്ന ശാഖയിൽ കൊണ്ടുപോയി ആക്കിയാൽ അവൻ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ 1000 വർഷം നോമ്പെടുക്കുന്നതിനേക്കാൾ 1000 പ്രാവശ്യം സദഖ കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ചിന്തിച്ചു നോക്കിയേ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നമ്മുടെ മദ്രസയിലെ അവസ്ഥ എന്താണ്? ശനി ഞായറാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കുറവുള്ളത് മദ്രസകളിൽ. ശനി ഞായറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ കുറവ്. കാരണം ചിന്തിക്കുമ്പോൾ സ്കൂളിൽ ഉള്ള സമയങ്ങളിൽ കുട്ടികളെ വിടാൻ മാതാപിതാക്കൾക്ക് വല്ലാതെ ധൃതി കാണിക്കുന്നുണ്ട്. സ്കൂളുള്ള സമയങ്ങളിൽ കുട്ടികളെ ഹാജർ പരിശോധിച്ചാൽ മൊത്തം കുട്ടികളുണ്ടാകും. എന്നാൽ ശനി ഞായറും അവർ കറങ്ങാൻ പോകുന്നു. ആ കാരണം പറഞ്ഞുകൊണ്ട് കുട്ടികളുടേതായ മദ്രസകൾ കട്ട് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം എല്ലാവരും പറയാറുണ്ട് ശനിയും ഞായറാണ് ഏറ്റവും കൂടുതൽ ക്ലാസ് കിട്ടാറുള്ളതെങ്കിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ മദ്രസകളും പരിശോധിച്ചു നോക്കിയേ ശനി ഞായർ കുട്ടികൾ കുറവ് തന്നെയാ. ശനി ഞായർ കുട്ടികൾ വളരെ കുറവാണ്. ഇനിയോ അതിൽ രസകരമായിട്ടുള്ള വേറെ വിഷയമുണ്ട്. കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് കുട്ടികളെ നിങ്ങളെ കളവ് പറയില്ലേ എന്ന് കുട്ടികളോട് മദ്രസയിൽ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെ ഒരു ദിവസം വൈകിയാൽ ഒരു ദിവസം അതേ മദ്രസയിൽ വരാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു കാരണം സംഭവിച്ചാൽ അവർ ലീവ് ലെറ്റർ എഴുതുന്നത് പച്ചക്കള്ളവാ. ഈ പച്ചക്കള്ളമാണ് കുട്ടികൾ കൊണ്ടുവന്ന് ഉസ്താദിന്റെ കൊടുക്കുന്നത്. ആ ലെറ്റർ വായിക്കുമ്പോൾ മാത്രമാണ് ആ കുട്ടിയോട് ചോദിക്കുന്നു, ഇന്നലെ നിനക്ക് പനിയായിരുന്നോ എന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയില്ല. വാപ്പ എഴുതിയിരിക്കുന്നു കുട്ടിക്ക് പനിയാണെന്ന് എഴുതി കൊടുക്കുകയാണ്. ലീവ് ലെറ്ററിൽ പോലും പച്ചക്കള്ളങ്ങൾ എഴുതി കൊടുക്കുന്ന മാതാപിതാക്കൾ കടന്നു വരുന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ നിങ്ങളെ മക്കളും കള്ളന്മാരായി മാറുന്നതാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. മക്കളെ പഠിപ്പിക്കുന്നതിലും നമുക്ക് വല്ലാത്ത സ്ഥാനമുണ്ട്. നബിയുനാ റസൂലുള്ളാഹ്, അതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, എല്ലാ കുട്ടികളും ജനിച്ചു വീഴുന്നത് മുസ്ലിമായിട്ടാ. നല്ലതായ സ്വഭാവത്തിലാണ് കുട്ടികൾ ജനിച്ചു വീഴുന്നത്. എന്നാൽ ആ കുട്ടികളെ മോശപ്പെടുത്തുന്നത് മാതാപിതാക്കളെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് പിഞ്ചു മനസ്സില് ഇല്ലെങ്കിൽ പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? കുട്ടികൾ ജനിച്ചു വീഴുന്നത് നല്ല രൂപത്തിലാണ്. ഈ മാതാപിതാക്കളാണ് അവരെ മോശപ്പെടുത്തുന്നത്. ചിന്തിച്ചു നോക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, കുട്ടികളെ കൊണ്ടുപോയി സിനിമയ്ക്ക് പോകുന്ന വാപ്പമാരില്ലേ? കുട്ടികളെ കൊണ്ടുപോയി ഹറാമിയത്തിൽ കൊണ്ടുപോകുന്ന പിതാക്കന്മാരില്ലേ? ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. പല വിദ്യാർത്ഥികളും ഇന്ന് മദ്രസയിൽ വരുമ്പോൾ പറയുന്നത് വളരെയധികം ക്രെഡിറ്റോടുകൂടിയാണ് പറയുന്നത്, ഉസ്താദേ ഇന്നലെ രാത്രി തലയോലപ്പറമ്പിലെ തിയേറ്ററിൽ പോയി ഞാനും വാപ്പയും ഉമ്മയും ചേർന്നുകൊണ്ട് സിനിമ കണ്ടു. കുട്ടികൾ ചെറിയ മദ്രസയിൽ പഠിക്കുന്ന 2ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും എന്തിനേറെ +2 വരുന്ന പഠിക്കുന്ന കുട്ടികളെ വരെയും കൊണ്ടുപോയി തലയിൽ തട്ടമിട്ടുകൊണ്ട് സിനിമ കാണാൻ കൊണ്ടുപോകുന്ന വാപ്പമാരെ, നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഹബീബായ തങ്ങൾ പറയുന്നത്, നാളെ നീ മഹ്ശറയിൽ വരുമ്പോ നിന്നെ അതേ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നെ പിഴപ്പിച്ചത് എന്റെ വാപ്പയാണ് അല്ലാഹ്, എന്നെ പിഴപ്പിച്ചത് എന്റെ ഉപ്പയാണ്, എന്റെ ഉമ്മയാണ്. അതുകൊണ്ട് ആ ഉപ്പയെ നരകത്തിൽ ഇട്ടതിന് ശേഷം എന്നെ നരകത്തിൽ ഇട്ടാ മതി എന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ്. നാളെ കുട്ടികൾ സമരം ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ തങ്ങള് ദീനി വിജ്ഞാന സദസ്സിലിരുന്നാൽ കിട്ടുന്ന ഗുണങ്ങളെ പറ്റിയിട്ട് പറയുകയാണ്. മൻ സല്ല മഅൽ ജമാഅത്തി വജലസ ഫീ ഹൽഖത്തിൽ ഇൽമി
ഒരു മനുഷ്യന് ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ വന്നു. അവൻ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് അവൻ ദീനീ വിജ്ഞാന സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ ദീനീ വിജ്ഞാനം പഠിക്കുകയും അതിനെ പഠിച്ചതുപോലെ അവൻ പ്രവർത്തിക്കുകയും ചെയ്താൽ ആറ് കാര്യങ്ങൾ അവനിക്ക് അല്ലാഹു കൊടുക്കുമെന്ന്. ഒരാള് നിസ്കരിക്കാൻ വന്നു, ദീനി വിജ്ഞാന സദസ്സിലിരുന്നു, അതിനെ പഠിച്ചു, അവൻ പ്രവർത്തിക്കുകയും ചെയ്താൽ ആറ് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ദുനിയാവിലും ആഖിറത്തിലും കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ എന്തെന്നറിയോ? അർസുഖു മിൻ ഹലാലിഹി, അവൻ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ അത് ഹലാലായ ഭക്ഷണമായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഇന്ന് നാം പരിശോധിച്ചു നോക്കിയേ, നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തുമാത്രം ഹലാലാണെന്ന്. നമ്മുടെ ഉദരങ്ങളിൽ പോകുന്ന ഭക്ഷണങ്ങള് ഹലാലാണോ ഹറാമാണോ എന്ന് സ്വയം നെഞ്ചിൽ കൈവച്ച് ചിന്തിച്ചു നോക്കിയേ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുന്നു, രണ്ടാമതായി കിട്ടുന്ന പ്രതിഫലം എന്തേ? അവന്റെ ഖബറിലെ ശിക്ഷയെ തൊട്ട് അവനിക്കതേ ശിക്ഷയിൽ നിന്ന് ഇളവ് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖബറിലെ അദാബിനെ തൊട്ട് അവനിക്ക് ഇളവുണ്ട്. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? വയഅതിയ കിതാബഹു ലിയമീനിഹി, അവന്റെ കയ്യിലെ നാളെ നന്മതിന്മകൾ എഴുതപ്പെട്ട കിതാബ് അവന്റെ വലം കയ്യിൽ കൊടുക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാലാമതായി കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? വയമറു അലസ്സിറാത്ത് കൽബർഖിൽ ഖാതിഫി, അവനതേ സിറാത്ത് പാലമുണ്ടല്ലോ മിന്നൽ വേഗത്തിൽ കടന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അഞ്ചാമതായി കിട്ടുന്ന പ്രതിഫലം എന്താ? വയഹ്ശറു മഅൻ നബി, നാളെ നബിമാരുടെ കൂട്ടത്തില് അവനെ അതേ ഖിയാമത്ത് നാളിൽ ഒരുമിപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ആറാമതായി കിട്ടുന്ന പ്രതിഫലം എന്തേ? വബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന മിൻ യാഖൂത്തിൽ ഹംറാ ലഹു 40 ബാബാ, നാളെ സ്വർഗ്ഗത്തിൽ അവനിക്കതേ ഒരു കൊട്ടാരത്തിന് നൽകുകയാണ്. എങ്ങനെയുള്ള കൊട്ടാരം എന്തെന്നറിയോ? മിനൽ യാഖൂതി, രത്നങ്ങൾ പതിച്ചിട്ടുള്ള കൊട്ടാരം നൽകുകയാ. ആ കൊട്ടാരത്തിന്റെ വാതിലുകൾ എങ്ങനെയുള്ള വാതിലെന്നറിയോ? ലഹു 40 ബാബാ, ആ കൊട്ടാരത്തിന് 40ഓളം വരുന്ന വാതിലുകൾ ഉണ്ടെന്ന്. അങ്ങനെയുള്ള കൊട്ടാരത്തിന് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനീ വിജ്ഞാന സദസ്സിൽ നിന്ന് പഠിക്കുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്ത മനുഷ്യനുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന മനുഷ്യന്മാരാണ് ദീനീ വിജ്ഞാന സദസ്സിലിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ ദീനീ വിജ്ഞാന സദസ്സുകളിലും നമുക്ക് പറ്റുമെങ്കിൽ കയറിയിരിക്കണേ എന്നുള്ള ദുആ വസിയത്തോടു കൂടി നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തിനെ കബൂലാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ അടുത്ത വരുന്ന ദിവസങ്ങളിൽ നമുക്ക്